ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സൂമ്പയുടെ പുറകെ മതത്തിന്റെയും ജാതിയുടെയും പുറകെ പോകുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും കാണരുത്. ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ അല്ല, പക്ഷെങ്കിൽ ഈ വീഡിയോ അപ്പോൾ ആർക്കുള്ളതാണെന്നല്ലേ? ഈ വീഡിയോ ആരെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ നിന്ന് നാട് വിട്ടു പോയിട്ട് ദുബായിലെങ്കിലും വന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാണ് ഈ വീഡിയോ. കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ദുബായിലെ വിസിറ്റ് വിസ വരുന്നതിനെ കുറിച്ചും ജോബ് സീക്കർ വിസ വരുന്നതിനെ കുറിച്ചും ഈ രണ്ട് വിസയുടെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ കുറച്ച് സാധ്യത ഇപ്പോൾ ഈ 2025 കുറച്ച് ജോലി സാധ്യതയെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഹബീബി കം ടു ദുബായ്. സോ അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് UAE വിസിറ്റ് വിസ ആൻഡ് ജോബ് സീക്കർ വിസ ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഇതിനകത്ത് വേണ്ട ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ പുതിയതായിട്ട് ഈ GCC രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പുതിയൊരു വിസ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് GCC യൂണിഫൈഡ് ടൂറിസ്റ്റ് വിസ. ഈ GCC യൂണിഫൈഡ് ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഷെങ്കൺ വിസ പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഷെങ്കൺ ടൂറിസ്റ്റ് വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെങ്കൺ അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാ രാജ്യത്തും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഒരു വിസയുടെ ഫോർമാറ്റ്. അതായത് GCCയിലുള്ള രാജ്യത്തെല്ലാം ലൈക്ക് UAE, സൗദി, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ ഇങ്ങനെ തുടങ്ങിയ എല്ലാ രാജ്യത്തും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിസ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വിസ വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ GCC എല്ലാ രാജ്യത്തും പോയി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ദുബായിൽ UAE വന്നിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ അതർ GCC കൺട്രിയിലും പോയിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകൾക്ക് മൾട്ടിപ്പിൾ കൺട്രിയിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് ജോബ് സെർച്ച് ചെയ്യാനെ കൊണ്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു സാധ്യത അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി UAE വിസിറ്റ് വിസ ആൻഡ് ജോബ് സീക്കർ വിസയിലോട്ട് പോകാം. സോ അപ്പോൾ ആദ്യം ഞാൻ UAE വിസിറ്റ് വിസ എന്താണെന്ന് പറയാം. UAE വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് വിസയാണ്. നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് UAEയിൽ വന്നിട്ട് UAE ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വരും, നിങ്ങൾക്ക് രാജ്യം കാണണമെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നിങ്ങൾ വരാനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് UAE വിസിറ്റ് വിസ എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് വരാം, അതിനൊരു നിശ്ചിത ടൈമുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ഈ പറയുന്ന രാജ്യം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ടൈം നിങ്ങൾക്ക് വിസ കാലാവധി തീരുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു പോകണം. ഇപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് വിസയിൽ പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് ജോലിയൊക്കെ സെർച്ച് ചെയ്ത് 2-3 മാസത്തേക്ക് ടൂറിസ്റ്റ് വിസ എടുത്ത് ഇവിടെ വന്ന് ജോലി സെർച്ച് ചെയ്ത് അങ്ങനെ ജോലി കണ്ടെത്തി ജോലിക്ക് കയറുന്നവരുണ്ട്, ഈ വിസ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന വിസിറ്റ് വിസ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പണ്ട് അങ്ങനെയായിരുന്നു. പിന്നീട് UAE ഇപ്പോൾ റീസെന്റ് ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷനോട് കൊണ്ടുവന്നു. അതായത് ഇത് ഗ്രാജുവേഷന് വേണ്ടി മാത്രമാണ്. നിങ്ങളൊരു ബാച്ചലർ ഡിഗ്രി ഉള്ള ഒരാളാണ്, നിങ്ങൾ ഏതൊരു മേഖലയിലായിക്കോട്ടെ, നിങ്ങൾക്കൊരു ബാച്ചലർ റെപ്യൂട്ടഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ജോബ് സീക്കർ വിസയ്ക്ക് എലിജിബിൾ ആണ്. ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് ജോലി നോക്കി വരുന്ന അല്ലെങ്കിൽ ഇവിടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സ്പെഷ്യലി മാത്രമുള്ള ഒരു വിസയാണ് ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു റിക്വയർമെന്റ്സും ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ആദ്യം വിസിറ്റ് വിസയെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വിസിറ്റ് വിസ എന്ന് പറയുന്നത് ഒരു ടെമ്പററി പെർമിറ്റ് ആണ്. ഇത് മെയിനായിട്ടും ടൂറിസം, അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുപോലെ ഇനിയും നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവന്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെമിനാറുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകൾക്കും ഈ പറയുന്ന വിസിറ്റ് വിസ എടുത്ത് വരാം. ഈ പറയുന്ന 3 മേഖലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും ഈ വിസിറ്റ് വിസ എന്ന് പറയുന്ന ഒരു വിസ ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഇനി ഈ വിസിറ്റ് വിസയുടെ ഡ്യൂറേഷൻ ഞാൻ പറയാം. അതായത് ഒരു വിസിറ്റ് വിസ എടുത്ത് നിങ്ങൾ ഈ കൺട്രിയിൽ എൻട്രി ആയി കഴിഞ്ഞാൽ എത്ര ദിവസം വരെ നിങ്ങൾക്ക് ഈ കൺട്രിയിൽ നിൽക്കാമെന്നുള്ള കാര്യം പറയാം. ഒന്ന് 30 ദിവസമുണ്ട്. അത് 30 ദിവസം പറഞ്ഞാൽ സിംഗിൾ എൻട്രി ആണ്. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം നിങ്ങൾ എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് നിങ്ങൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുതിയ വിസ എടുക്കേണ്ടി വരും. പിന്നെ 60 ഡേയ്സ്, അതായത് 2 മാസത്തെ വിസ നിങ്ങൾക്ക് കിട്ടും. അത് 2 മാസം വരെ നിങ്ങൾ കൺട്രി വൺസ് നിങ്ങൾ എൻട്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 ദിവസം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ അടുത്തത് 3 മാസം, അതായത് 90 ദിവസത്തെ വിസയുണ്ട്. പിന്നെ അടുത്തൊരു വിസ എന്ന് പറയുന്നതാണ് 5 ഇയർ വിസിറ്റർ വിസ. അതായത് 5 വർഷത്തേക്കിനുള്ള വിസിറ്റർ വിസ കിട്ടും. മൾട്ടിപ്പിൾ എൻട്രി ആണ്. ഓരോ എൻട്രിക്കും നിങ്ങൾക്ക് 90 ദിവസം, അതായത് 3 മാസം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ആഫ്റ്റർ 3 മാസം നിങ്ങൾ കൺട്രി എക്സിറ്റ് ആവണം. അതിനുശേഷം വീണ്ടും നിങ്ങൾ കൺട്രിയിലോട്ട് വീണ്ടും നിങ്ങൾ എക്സിറ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾ എൻട്രി ആവണം. അങ്ങനെ 3 മാസം വെച്ച് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വിസ. ഈ പറഞ്ഞ ഇത്രയും ടൈപ്പ് ഓഫ് ഡ്യൂറേഷൻസ് ആണ് ഈ പറഞ്ഞ വിസിറ്റ് വിസയ്ക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ എനിക്കൊരു വിസിറ്റ് വിസ ഉണ്ടെന്ന്, ഞാൻ ആ വിസിറ്റ് വിസയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലും നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ലീഗലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളെ ഇവിടെ അതോറിറ്റീസ് നിങ്ങളെ പിടിച്ചാൽ നല്ല ഫൈനാവും, മാത്രമല്ല നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വിസിറ്റ് വിസ എന്ന് പറയുന്നത് വിസിറ്റ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാനെ കൊണ്ട് ഒരു റൈറ്റ്സും ഇല്ല. അതുകൊണ്ട് തന്നെ വിസിറ്റ് വിസ വരുന്ന ആരും തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി ജോലി കിട്ടി, കമ്പനി പറയുകയാണോ ഓക്കെ നിങ്ങളുടെ വിസ ഇനി 3 മാസം കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ 4 മാസം കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളോട് പറയും. അത് കഴിയുമ്പോൾ നമുക്ക് വിസ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വിസ തരാമെന്ന് പറഞ്ഞാൽ ഒരു
വീണ്ടും നിങ്ങൾ പറയണം നടക്കില്ല, എനിക്ക് വൺസ് ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് നെക്സ്റ്റ് മൊമെന്റ് എൻ്റെ റെസിഡൻസ് വിസയ്ക്കുള്ള അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയ്മെന്റ് വിസ എനിക്ക് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് എംപ്ലോയ്മെന്റ് വിസ തന്നെ വേണം, എനിക്ക് വിസിറ്റ് വിസയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയണം. കാര്യം വിസിറ്റ് വിസയിൽ ഇവിടെ ജോലി ചെയ്യുന്നത്, അതായത് ഓൾ ഓവർ UAE ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഇല്ലീഗലാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിസിറ്റ് വിസ വന്നിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ വേണം, ജോലി നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ വിസിറ്റ് വിസയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഞാൻ ഈ വിസിറ്റ് വിസ പ്രോസസ് ആൻഡ് ഡോക്യുമെന്റ്, എന്തൊക്കെ ഡോക്യുമെന്റ് വേണം വിസിറ്റ് വിസയ്ക്കും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ് എന്നുള്ളതും പറയാം. നമുക്ക് ആദ്യം ഡോക്യുമെന്റ് ലിസ്റ്റ് നോക്കാം. ഡോക്യുമെന്റ് ലിസ്റ്റിലെ ആദ്യത്തേന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പാസ്പോർട്ടാണ്. ഓർക്കുക, ഈ പാസ്പോർട്ട്, നിങ്ങളുടെ പാസ്പോർട്ടിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം അവരോട് പറയണം, എനിക്ക് UAE വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോയാണ് വേണ്ടത്. അപ്പം ആ രീതിക്കുള്ള ഫോട്ടോ നിങ്ങൾ എടുക്കാൻ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയണം. കാര്യം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചിരിക്കണം. അതായത് നിങ്ങൾ പോകുന്ന ടിക്കറ്റും തിരിച്ചു പോകുന്ന ടിക്കറ്റും, അതായത് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ കൺട്രിയിൽ നിന്ന് തിരിച്ച് നിങ്ങൾ എക്സിറ്റ് ആവും എന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റും നിർബന്ധമായി നിങ്ങൾ വിസ ഡോക്യുമെന്റ് അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ട്രാവൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്, നിർബന്ധമായി നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതിപ്പോൾ നിങ്ങളൊരു ട്രാവൽ ഏജന്റ് വഴിയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ഗൈഡൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഈ ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടും ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ട് തന്നെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവോ, ഇല്ലെങ്കിൽ വിസ നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് ആണ് വിസ ഫീ. അത് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതല്ല ഒരു ഏജൻസി വഴി പോകുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം കൂടെ കോസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഏജൻസിന് കൊടുത്താൽ അവരത് ഫീ എല്ലാം അടച്ചവർ വിസ എടുത്തു തരും. ഇനി ഈ ഒരു വിസിറ്റ് വിസയുടെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 2 മുതൽ 5 ദിവസമാണ്. ഒരു 5 ദിവസം എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ അല്ലേ. മാക്സിമം ഒരു 10 ദിവസം, ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റ് വിസ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്ത് കിട്ടും. ഇനി ഇതിന്റെ ഒരു അപ്ലൈ പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ത്രൂ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓതറൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജന്റ് വഴി, ട്രാവൽ ഏജന്റ് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ എടുക്കാൻ പറ്റും. ഇപ്പൊ റീസെന്റ് വന്നൊരു റിക്വയർമെന്റ് കൂടി ഉണ്ട്. ഞാനൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു 4 വർഷം മുമ്പ് വരെയൊക്കെ വിസിറ്റ് വിസയ്ക്ക് അതിൽ ഈ ഒരു കാര്യമില്ലായിരുന്നു. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ UAE എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനെ കൊണ്ടുള്ള സഫീഷ്യന്റ് ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിക്കാനെ കൊണ്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. അതായത് ലൈക്ക് യൂറോപ്പിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, യൂറോപ്പിലൊക്കെ വിസിറ്റ് വിസ എടുത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നിങ്ങൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. അതായത് ഫണ്ട് കാണിക്കണം. നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്ക് നിങ്ങളുടെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനെ കൊണ്ടുള്ളൊരു ഫണ്ട് ഉണ്ടെന്ന് കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂറോപ്പ് വിസ തരത്തുള്ളായിരുന്നു. പക്ഷേ പണ്ട്, അതായത് ഞാനൊക്കെ വരുന്ന ഒരു 4-5 കൊല്ലം മുമ്പ് വരെ UAE വിസിറ്റ് വിസയ്ക്ക് അങ്ങനെയൊക്കെ ഒരു ഫണ്ട് കാണിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ ഇപ്പം നിലവിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അത് മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ സഫീഷ്യന്റ് ഫണ്ട് കാണിക്കണം. ആ ഫണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം. ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കവറിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 3 മുതൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 6 മാസം എടുക്കുന്നതായിരിക്കാം കുറച്ചുകൂടെ ബെറ്റർ. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം 3000 ദിർഹംസ് നിങ്ങൾ ഷോ മണി കാണിച്ചിരിക്കണം. അതായത് മിനിമം 3000 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 70,000 രൂപ വരെ. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മിനിമം അങ്ങനെ മിനിമം ഒരു 3000 പിടിക്കാതെ ഒരു മാക്സിമം ഒരു 5000, മിനിമം ഒരു 5000 ദിർഹംസെങ്കിലും നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കണം. അതായത് നാട്ടിലെ 1,15,000 രൂപ, അതായത് 1 ലക്ഷത്തിന് മുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഷോ മണി കാണിച്ചാൽ പെട്ടെന്ന് ഈ വിസ ഗ്രാൻഡ് ആവാൻ കൊണ്ടുള്ള ഒരു സാധ്യതയുണ്ട്. മിനിമം ഒരു 1.5 ലക്ഷത്തിനകത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഫണ്ട് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലി മെമ്പറോ ആരും ഈ പറഞ്ഞ ദുബായിൽ ഓൾ ഓവർ UAE ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിംഗ്, അതായത് നിങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചിരിക്കണം. അതായത് നിങ്ങൾ എവിടെയാണ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ടിക്കറ്റും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഈ ഏജൻസി വഴിയൊക്കെ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഹോട്ടൽ ബുക്കിങ്ങിന്റെ റിസിപ്റ്റും കാര്യങ്ങളൊക്കെ തരും. അവിടെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഇനീഷ്യലി ആ ഒരു ഹോട്ടലിൽ നിന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി ഇവിടുത്തെ ഒരു ബെഡ് സ്പേസോ അല്ലെന്ന് പറയുക അക്കോമഡേഷന്റെ ഒരു രീതിയിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കണം. സോ അപ്പോൾ ഇത്രയാണ് ഒരു വിസിറ്റ് വിസയുടെ പ്രോസസ്സ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് നേരെ ജോബ് സീക്കർ വിസയിലോട്ട് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു വിസയാണ്. ഇത് എക്സ്പെഷ്യലി ഫോർ ഗ്രാജുവേറ്റ്സിനാണ്. അതായത് ആരാണ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായും ഒരു ബാച്ചിലർ ഡിഗ്രി മിനിമം ഉണ്ടായിരിക്കണം. അതിന് മേപ്പോട്ട് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും അടിപൊളിയാണ്. അതുപോലെ തന്നെ
1 ഇയർ പ്ലസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് നാട്ടിലൊരു വർഷത്തെ നിങ്ങളുടെ ഏതാണോ മേഖല ആ മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായും ഈ പറഞ്ഞ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസിറ്റ് വിസ പോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. 6 മാസത്തെ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പ്ലസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് കൃത്യമായിട്ടും കാണിച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഏതൊക്കെ ഡിഗ്രി ഉണ്ടോ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്തേക്കുക. ഇനി ഞാൻ ഹെൽത്ത് കെയറിലുള്ള ഇപ്പോൾ ഒരു എക്സ്പെഷ്യലി ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ DHA ഡേറ്റ ഫ്ലോ ഈ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നേഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇത് ഞാൻ നേഴ്സുമാർക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ്. കാര്യം എനിക്ക് ഒരുപാട് നേഴ്സുമാർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ജോബ് സീക്കർ വിസയിൽ വരാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി നേഴ്സുമാർക്ക് എങ്ങനെ വരാമെന്നുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു. ഇനി നമുക്ക് ഡോക്യുമെന്റ് എന്തൊക്കെ വേണം നോക്കാം ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ തന്നെ പാസ്പോർട്ട് കോപ്പി, 6 month വാലിഡിറ്റി, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ്. നിങ്ങൾക്ക് ഏതൊക്കെ ഡിഗ്രി ഉണ്ടോ ആ ഡിഗ്രി എല്ലാം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. വിത്തൗട്ട് അറ്റസ്റ്റേഷൻ അല്ല, അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഹെൽത്ത് ഓർ ട്രാവൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ടും എടുത്തിരിക്കണം. നിങ്ങളുടെ ഈ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ വിത്തിൻ 10 days നിങ്ങൾക്ക് ജോബ് സീക്കർ വിസ ലഭിക്കും. അതായത് ഒരു 5 മുതൽ 10 ദിവസത്തെ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് സീക്കർ വിസ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനോട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ട്രാവൽ ഏജന്റ് വഴി അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾ ഓവർ UAE വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ രണ്ടാമത് കാണുന്നത് ദുബായ് വിസ. ദുബായ് ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു സൈറ്റ്. അപ്പോൾ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പറയുന്ന ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് വിസിറ്റ് വിസയുടെ കൂട്ട് തന്നെ ഇതിനും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ വിസിറ്റ് വിസയ്ക്ക് ഞാൻ പറഞ്ഞു മിനിമം നമുക്ക് 3000 ദിർഹംസ് നമുക്ക് ഷോ മണി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ജോബ് സീക്കർ വിസയ്ക്ക് 3000 അല്ല, ജോബ് സീക്കർ വിസയ്ക്ക് 5000 ദിർഹംസ് ആണ് മിനിമം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അതായത് 1,10,000 രൂപ നമ്മൾ മിനിമം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. ഞാൻ ഇതും നേരത്തെ പറഞ്ഞിട്ട് തന്നെ പറയാം, നിങ്ങൾ കൃത്യം പൈസ പിടിക്കാതെ തന്നെ ഒരു 1.5 ലക്ഷം രൂപ, അതായത് ഒരു 6000-7000 ദിർഹംസ് നിങ്ങൾ അക്കൗണ്ടിൽ ഷോ മണി കാണിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആ പൈസ ഷോ മണി കാണിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് പിന്നീട് അത് തിരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 2 വിസിറ്റ് ആൻഡ് ജോബ് സീക്കർ വിസയുടെ ഒരു കോസ്റ്റ്, ഞാൻ ആ കോസ്റ്റ് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതിന് എത്ര പൈസയാവും, പൈസ വേണ്ട ഈ വിസ എടുക്കാനെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ 2 വിസയുടെ ഒരു കോസ്റ്റ് ഞാൻ പറയാം. ആദ്യം നമുക്ക് വിസിറ്റ് വിസയുടെ കോസ്റ്റ് പറയാം. 30 ദിവസത്തെ വിസിറ്റ് വിസയ്ക്ക് 300 മുതൽ 400 ദിർഹംസ് വരെയാണ് കോസ്റ്റ്. അതായത് ഒരു 6000 മുതൽ ഒരു 9000 രൂപ വരെയാണ് 30 ദിവസത്തെ വിസിറ്റ് വിസയുടെ കോസ്റ്റ്. ഇനി നമുക്ക് 60 ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ 500 മുതൽ 600 ദിർഹംസ് വരെയാണ്. അതായത് 10000 മുതൽ 12-13,000 രൂപ വരെ. ഞാനിത് പറയുന്നത് വിസ കോസ്റ്റ് ആണ്, ഏജൻസി കോസ്റ്റ് അല്ല. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നവരുടെ കോസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഏജൻസി കോസ്റ്റ് വേറെ ആയിരിക്കും. കാര്യം ഏജൻസി അവരുടെ ഒരു സർവീസ് ഫീയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും പറയുന്നത്. ഇത് ഞാൻ വിസയുടെ മാത്രം കോസ്റ്റ് ആണ് പറയുന്നത്. ഇനി 90 ദിവസത്തെ, അതായത് 3 മാസത്തെ വിസിറ്റ് വിസയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് AED 800 മുതൽ 1000 ദിർഹംസ് വരെ. അതായത് നാട്ടിലെ ഒരു 18,000 മുതൽ ഒരു 22,000-23,000 രൂപയ്ക്ക് അകത്താണ് വിസിറ്റ് വിസയുടെ ഈ പറഞ്ഞ 90 ദിവസത്തേക്കിനുള്ള ഫീ. ഇനി നമുക്ക് ജോബ് സീക്കർ വിസയുടെ ഒരു കോസ്റ്റ് നോക്കാം. ജോബ് സീക്കർ വിസയ്ക്ക് 30 ദിവസവും ഇല്ല, പകരം 60ഉം 90ഉം ദിവസമേ ഉള്ളൂ. ഈ 60 ദിവസത്തെ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ട ഫീസ് എന്ന് പറയുന്നത് AED 1200 മുതൽ 1300 ദിർഹംസ് വരെയാണ്. നാട്ടിലെ ഒരു 25,000 മുതൽ ഒരു 26,000-27,000 രൂപ വരെയാണ് 60 ദിവസത്തേക്ക് വരുന്നത്. ഇനി 90 ദിവസത്തെ ജോബ് സീക്കർ വിസയുടെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് AED 1400 മുതൽ 1600 വരെയാണ്. അതായത് ഒരു 30 മുതൽ ഒരു 35-നകത്തൊക്കെ വരും ഈ ഒരു 90 ദിവസത്തേക്കിനുള്ള ജോബ് സീക്കർ വിസയുടെ കോസ്റ്റ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൗ ടു അപ്ലൈ ഈ ഒരു വിസ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. 2 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് നിങ്ങൾ തന്നെ സെൽഫായിട്ട് അപ്ലൈ ചെയ്യാം, 2 ഏജൻസി ത്രൂ പോകുമ്പം ജെന്യുവൻ ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഓതറൈസ്ഡ് ആയിട്ടുള്ള, ലൈസൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയെ ചൂസ് ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 2 സൈറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തു. ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് റിജക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടും എന്നുള്ളൊരു മെയിൽ വരും. റിജക്റ്റഡ് ആയിട്ടില്ല, നിങ്ങളുടെ വിസ അപ്രൂവൽ ആയെങ്കിൽ ബൈ ഇമെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി പെർമിറ്റ് കിട്ടും. ആ എൻട്രി പെർമിറ്റ് വെച്ചിട്ട് അതിനൊരു കാലാവധി ഉണ്ട്. ആ കാലാവധിക്കുള്ളിൽ
നിങ്ങൾ ഒരു മിനിമം ഒരു 60 ദിവസം ഉണ്ട്. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൺട്രി എൻട്രി ആയിരിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നേക്ക് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ UAE എന്ന രാജ്യത്ത് എൻട്രി ആയിരിക്കണം. ഇനി ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്ത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഒരു ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്യുന്ന, അതായത് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സൈറ്റ് വഴിയാണ് പോകേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഈ കാണുന്ന സൈറ്റിൽ നിങ്ങൾ കയറുക. ഈ സൈറ്റിൽ കയറിയതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ സൈറ്റിൽ കയറിയതിന് ശേഷം ഗോ ടു പബ്ലിക് സർവീസസ് ജോബ് എക്സ്പ്ലോറേഷൻ വിസ. ഇതാണ് നിങ്ങൾക്ക് കയറേണ്ട സൈറ്റും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വിസയും. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, കാര്യങ്ങൾ, ഫോട്ടോ, ഇതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. നെക്സ്റ്റ് എന്താ നിങ്ങളോട് ചോദിക്കും. വേണ്ട ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതാത് ഡോക്യുമെന്റ് മാറ്റങ്ങളൊന്നും വരുത്താതെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട ജോലി. ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾ ആ ഫീ എത്രയാണോ ആ ഫീ നിങ്ങളുടെ കാർഡ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതെല്ലാം ചെയ്തതിനു ശേഷം കാർഡും ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപാടി നിങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ വിസ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വിസ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ അപ്രൂവൽ ആയിട്ടുള്ള നിങ്ങളുടെ മെയിൽ വരും. റിജക്ഷൻ ആയി കഴിഞ്ഞാൽ റിജക്ഷൻ മെയിൽ നിങ്ങൾക്ക് വരും. വൺസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറക്കാം. ഇനി ജോബ് സീക്കേഴ്സിന് നിങ്ങൾ വരുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിലൂടെ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV വെക്കുക. ആ CV ഒരു പ്രിന്റഡ് CV വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ സ്ട്രോങ് ആക്കി വെക്കുക. നിങ്ങളൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി കയറി വരാൻ നിൽക്കാതെ മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഒരു 6 മാസത്തിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് കയറി വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സഫർ ചെയ്യും. നിങ്ങളൊരു ഫ്രഷറായിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാൻ ഒരുപാട് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരുമ്പോഴേ നല്ല പ്രിപ്പയർ ആയിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. ഇനി ഞാൻ കോമൺ ആയിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് ആൻസറും ഞാൻ തന്നെ പറയാം. അതായത് വിസിറ്റ് വിസയിൽ വന്ന ഒരാൾക്ക് വർക്കർ വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളൊരു ചോദ്യം വന്നാൽ അങ്ങനെ ചോദിക്കുന്ന ഒരാളോട് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് വിസ വന്ന് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റ് വിസ ടു വർക്ക് വിസയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഞാനൊരു വിസിറ്റ് വിസയിലാണ് വന്നത്. വിസിറ്റ് വിസയിൽ വന്ന് ജോലി കണ്ടെത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ അതായത് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്തത്. ക്യാൻ ഐ എക്സ്റ്റെൻഡ് മൈ വിസിറ്റ് വിസ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 60 ദിവസം വിസിറ്റ് വിസ എടുത്ത് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അന്ന് നിങ്ങളുടെ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസൈഡ് കൺട്രി നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൺട്രി എക്സിറ്റ് ആവണം. അതായത് ഒന്നുകിൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വിസ എടുത്ത് വരണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു ട്രാവൽ ഏജൻസി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒമാൻ, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറഞ്ഞാൽ ഒമാനോ ബഹ്റിനോ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ യൂഷ്വലി ആളുകൾ കൂടുതലും പോകുന്നത് ഒമാനാണ്. ബൈ റോഡ് ഒമാനിൽ പോയി നിങ്ങൾ ഒമാനി കൺട്രിയിൽ ചെന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നിങ്ങളുടെ വിസ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും വരാം. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, അതായത് നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അഫക്റ്റ് ചെയ്യുന്നത്, അതായത് എന്തായിരിക്കും നിങ്ങൾക്ക് പെനാൽറ്റി വരുന്നത്. അതായത് നിങ്ങൾ 60 ദിവസത്തെ കാലാവധിക്ക് ശേഷം 61ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ 60 ദിവസത്തെ നിങ്ങൾക്ക് ഒരു വിസ കാലാവധി ഉണ്ടെങ്കിൽ നിങ്ങൾ 59ാമത്തെ ദിവസം നിങ്ങൾ ഈ കൺട്രിയിൽ നിന്ന് പുറത്ത് പൊക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 61ാമത്തെ ദിവസം നിങ്ങൾ ഓവർ സ്റ്റേ ആണ്, ഇല്ലീഗലായിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുവാണ്. അതിന് നിങ്ങൾക്ക് പെർ ഡേ 50 ദിർഹംസ് ആണ് ഫൈൻ വരുന്നത്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി എന്നോട് കഴിഞ്ഞ വീഡിയോയിലെല്ലാം ചോദിച്ചിട്ടുണ്ട്, അതായത് ദുബായിൽ അല്ലെങ്കിൽ UAEയിൽ ഹയറിംഗ് നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ ഡിമാൻഡഡ് ആയിട്ടുള്ള സമയം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂഷ്വലി ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടുള്ള ഹയറിംഗ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹ്യൂജായിട്ട് ഹയറിംഗ് നടക്കുന്നത് ഏപ്രിലിന് ശേഷം. പിന്നീട് ഇവിടെ സമ്മർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഹയറിംഗ് വളരെ കുറവായിരിക്കും. സോ അപ്പോൾ ഇതാണ് UAE വിസിറ്റ് വിസ, ജോബ് സീക്കർ വിസ തമ്മിലുള്ള വ്യത്യാസവും ഇതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്. ഏറ്റവും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ കരിയർ എന്താണെന്നും ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ഉള്ള ആ ഒരു ലൈഫ് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ തുടക്കം ഞാനൊന്ന് പറഞ്ഞു വെക്കാം. ഞാൻ 2021 UAEയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അതിനു മുമ്പ് UAE എന്നല്ല, ഇന്ത്യ വിട്ട് ഒരു രാജ്യത്തും പുറത്തും പോയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ നിൽക്കണം, ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെങ്കിൽ ജീവിത സാഹചര്യങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം. ആ ഒരു അവസ്ഥയിൽ നാട് വിട്ട് പോയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് 2021 ഉണ്ടായത് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇവിടോട്ട് എത്തിയത്. ഞാൻ UAEയിൽ എത്തിയതും ജോബ്
കിട്ടിയല്ല വന്നത്, വിസിറ്റ് വിസയിലാണ് വന്നത്. വിസിറ്റ് വിസയിൽ വന്ന് ദുബായിൽ ഇറങ്ങി അവിടുന്ന് ഞാൻ പറഞ്ഞ ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ട് ലാംഗ്വേജ് ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഞാനിവിടെ വരുന്ന സമയത്ത് ലാംഗ്വേജ് ഒക്കെ ഒരുപാട് എനിക്ക് ബാരിയർ ആയിരുന്നു. വിസിറ്റ് വിസയിൽ വന്ന് ആദ്യമായിട്ടാണ് UAE ഇറങ്ങി, ദുബായിൽ ഇറങ്ങി, എയർപോർട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കിളി മൊത്തത്തിൽ പകുതി പോയി. കാര്യം ആദ്യമായിട്ട് അത്രയും വലിയൊരു എയർപോർട്ടിൽ വരുന്നു. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങി ഒരു സിറ്റി, ദുബായ് സിറ്റി കണ്ടപ്പോഴത്തേക്കും കുറേ സർപ്രൈസായി. അങ്ങനെ അവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സ്റ്റാർട്ടും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഞാനിങ്ങനെ കുറച്ചായിട്ട് ഓരോരോ വീഡിയോയിൽ പറയാം. അത് നിങ്ങൾ മൊത്തത്തിൽ ഞാനൊരു വീഡിയോ പറയുമ്പം നിങ്ങൾക്കും ചിലപ്പോൾ ബോറടിക്കും. അതുകൊണ്ട് കുറച്ച് ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പറയാം. അടുത്ത വീഡിയോക്കകത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്തതെന്നുള്ളത് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് അതിന് ആൻസർ തരാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.